ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനേ ഒരു കൃഷി പരീക്ഷണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൃഷി ചെയ്തുള്ള വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, വലിയ നല്ല എക്സ്പീരിയൻസേ ഇല്ല. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ നട്ട് വയ്ക്കുന്നു എന്നല്ലാതെ എനിക്ക് മുൻപരിചയമൊന്നുമില്ല കൃഷി ചെയ്തിട്ട്. പക്ഷേ ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനെ വെറൈറ്റി ചെടികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലില്ല, നമുക്കിങ്ങനെ പൊടിക്കൂല, നമുക്ക് നാട്ടിൽ പറ്റൂല എന്ന് തോന്നുന്ന ചെടികളൊക്കെ നടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് ബീട്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്യാരറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നട്ട് പൊടിപ്പിച്ച് വന്ന് അത് പരിപാലിച്ചുകൊണ്ട് വന്ന സീഡ് ഇപ്പോൾ പെരുംജീരകം ആയിപ്പോയി. അങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് നാട്ടിലതും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചീര നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ചീര നമുക്ക് മിനറൽ വാട്ടറിൻ്റെ കുപ്പികളിലും നമുക്ക് നടാമെന്നുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബീട്രൂട്ട് എടുത്തായിരുന്നല്ലോ, ആ മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിനെ ഞാനങ്ങ് അല്ലാതെ തട്ടി ഇട്ടിട്ട്, അപ്പോൾ ഞാൻ അതിൽ നല്ലതായിട്ട് നമ്മൾ കരിയിലേക്ക് ഇട്ടാണ് കേട്ടോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കരിയിലേക്ക് അങ്ങ് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ചെയ്തത്. ഇത് വിത്ത് പാകിയപ്പോൾ തന്നെ, ബീട്രൂട്ട് വിത്ത് പാകിയപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഞാൻ ഫസ്റ്റ് ഞാൻ ഒന്ന് മണ്ണ് നിറച്ച് കാണിച്ചു. മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അടിയിൽ കുറച്ച് കരികിൽ ഇട്ടിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത്. പിന്നെ കുപ്പി എടുത്തിട്ട് അത് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ ഓട്ടയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്, വെള്ളം പോണ്ടേ. അങ്ങനെ ഞാൻ ഓട്ടയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത്. കുറച്ച് ഭാഗം കരിയിൽ നിറച്ചിട്ടുണ്ട്. എന്നിട്ടാണ് മണ്ണ് നിറച്ച് കൊടുക്കുന്നത്. മണ്ണിന് ക്ഷാമമാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എന്തായാലും പരീക്ഷിക്കുന്നില്ലേ, നമുക്ക് നോക്കാമല്ലോ, സക്സസ് ആവുമെങ്കിൽ നമുക്കതൊന്ന് കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഒരു 5 കുപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2 ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. 2 എന്ന് വെച്ചാൽ ബേസ് കട്ട് ചെയ്തിട്ട് തിരിച്ച് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിലും മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീര പൊടിച്ചിട്ടുണ്ട്. ഇത് എല്ലാം നമുക്ക് പറിച്ച് നടാറായി. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു 5 തൈ ഞാൻ പരീക്ഷിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അമ്മയും അവർ നോക്കിക്കോളും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വീണ്ടും പരീക്ഷിക്കും. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു 5 തൈ ഞാൻ പിഴുതെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിക്ക് എടുത്താൽ, പക്ഷേ ചെടികളെല്ലാം കൂടി ഒരു പോവെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് അത്യാവശ്യം വെള്ളം തളിച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മണ്ണ് നിറച്ചതിൽ വച്ചെടുക്കുന്നു. പക്ഷേ എനിക്കിതിൽ ഒരു തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെടി ഇനി ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണോ എന്ന് എനിക്കറിയത്തില്ല, നമുക്ക് ഇറക്കി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ നട്ട് വെച്ചിട്ട് കുറച്ചൊന്ന് ഇറക്കി വച്ചിട്ട് ഞാൻ മേളിൽ അതിൻ്റെ ചുറ്റും കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാനൊന്ന് ഒപ്പിച്ചെടുത്തു. പരീക്ഷിച്ച് നോക്കാമല്ലോ പൊടിക്കോ എന്താവും എന്നുള്ളത്. അങ്ങനെ പരീക്ഷണം ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് സക്സസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ, ഇപ്പോൾ കുപ്പിക്ക് ക്ഷാമമില്ല, നമ്മളിവിടെയൊക്കെ ഇഷ്ടംപോലെ കുപ്പികൾ കിട്ടും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വെള്ളം കുടിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നുള്ളിപ്പറി കൊണ്ടുവരുന്ന കുപ്പികളാണ്. അതുകൊണ്ട് കുപ്പികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആദ്യമുള്ള കുപ്പി ഇതൊക്കെ വഴിയിൽ നിന്ന് പറക്കൊണ്ട് വരുന്ന കുപ്പികളാണ്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇത് 2ാമത്തെ ചെടി നട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ കുപ്പി ചരിച്ച് വെച്ച് ചുവട് ഭാഗം കട്ട് ചെയ്തതിൻ്റെ ഞാൻ കൊണ്ടുവന്നില്ല. കാരണം ഞാൻ ഒരിടത്ത് ഫിക്സ് ചെയ്ത് വച്ചിട്ടാണ് ഞാൻ ചെടി നട്ടു കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ചുവട് മുകൾ ഭാഗം കട്ട് ചെയ്ത 3 തൈകൾ. ഇത് എന്താവുമെന്ന് ഞാൻ പിന്നെ പറയാം, പൊടിച്ചോ എന്തായി എന്നുള്ളത്. ഓക്കെ, ബൈ.